Hi everyone, welcome back to National Institute of Montessori Teachers Training Center, കോതമംഗലം. നമ്മുടെ അടുത്ത വീഡിയോ ലെസൺ പ്ലാൻ തന്നെയാണ്. നമ്മുടെ മലയാളത്തിൻ്റെ പാർട്ട് 2 ലെസൺ പ്ലാൻ പാർട്ട് 2 ആണ്. അതിൻ്റെ അകത്ത് ആ എന്ന് പറഞ്ഞ അക്ഷരമാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഴുതാം. ഏത് ക്ലാസ്സാണ്, ഡേയും ഡേറ്റും എഴുതുക. അതിനുശേഷം ഏത് ക്ലാസ്സാണെന്ന് മെൻഷൻ ചെയ്യുക. നമുക്ക് LKG ടു ക്ലാസ് 2 വരെ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയാണ് നമുക്കിത് ഉപയോഗിക്കാവുന്നത്. നമ്മുടെ സബ്ജക്റ്റ് മലയാളം. യൂണിറ്റ് ആ, രണ്ടാമത്തെ യൂണിറ്റ് ആ, കണ്ടൻറ്റ് ആ ചേർന്ന് വരുന്ന വാക്കുകൾ. ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്വരാക്ഷരങ്ങളിൽ രണ്ടാമത്തെ അക്ഷരമായ ആ എന്ന് മനസ്സിലാക്കുക. ആ വരുന്ന വാക്കുകൾ ചിത്രം നോക്കി പറയുക. ദെൻ ആ ചേർന്ന് വരുന്ന വാക്കുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കുക. അതിലൂടെ കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നു. ചുറ്റുപാടുമായി ആ ചേർന്ന് വരുന്ന വാക്കുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതുപോലെ ചിത്ര സംയോജനവും ഹാൻഡ് ഐ കോർഡിനേഷനും നടപ്പിലാക്കുന്നു. ദെൻ ടീച്ചിങ് മെത്തഡോളജി. നമ്മൾ ബോർഡിൽ 2 ലൈൻ വരച്ച് ആദ്യം ദാ എഴുതി ഉള്ളിലൂടെ കയറി റാ എഴുതി രായുടെ തുമ്പിൽ വാൽ കൊടുക്കുമ്പോൾ ആ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നു. അത് ആവർത്തിച്ച് ആ എന്ന് ബോർഡിൽ എഴുതി ഉച്ചത്തിൽ പറയുന്നു. ആ ചേർന്ന് വരുന്ന വാക്കുകൾ കൂടെ പറയുക. ആന, ആമ. അതിനുശേഷം അവരെ എയർ ട്രേസ് ചെയ്യിപ്പിക്കുന്നു. വായുവിലൂടെ അവരുടെ ചൂണ്ടുവിരലെടുത്ത് കുട്ടികളുടെ എടുത്ത് വായുവിലൂടെ എയർ ട്രേസ് ചെയ്യിക്കുന്നു. ദെൻ ആ ചേർന്ന് വരുന്ന കുട്ടിക്കവിതകൾ ചൊല്ലിക്കൊടുക്കുന്നു. അതിലൂടെ കുട്ടികൾ ഫസ്റ്റ്, അതായത് ഇനീഷ്യൽ സൗണ്ട്, അതിൽ ആദ്യത്തെ ഉച്ചാരണം ആ വരുന്ന വാക്കുകൾ കൂടുതൽ കണ്ടുപിടിക്കാൻ പഠിക്കുന്നു. ആ ചേർന്ന വാക്കുകൾ ആവർത്തിച്ച് വായിപ്പിക്കുന്നു. ഇതാണ് ടീച്ചിങ് മെത്തഡോളജി. ദെൻ ടീച്ചിങ് എയ്ഡ്സ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചത്? സ്ലേറ്റ്, ബുക്ക്, പെൻസിൽ, മോഡൽസ്, ബോർഡ്, ഇതെല്ലാമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ വർക്ക്ഷീറ്റ്. പാഠപുസ്തകത്തിലെ ചിത്രങ്ങൾ നോക്കി എന്താണെന്ന് പറയിക്കുന്നു. ആ ചേർന്ന് വരുന്ന വാക്കുകൾ കൂട്ടി വായിക്കുന്നു. കൂടാതെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റികൾ ചെയ്യിക്കുന്നു. ട്രേസിംഗ് ആക്ടിവിറ്റികൾ ചെയ്യിക്കുന്നു. ദെൻ അസസ്മെൻറ്റ്. ആ എന്ന അക്ഷരം കുട്ടി മനസ്സിലാക്കിയോ എന്ന് ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അതിലൂടെ കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ കുട്ടി അക്ഷരം എഴുതുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദെൻ അഡീഷണൽ ലേണിംഗ്. ഭാഷാപ്രയോഗം, ഉച്ചാരണം. സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ്. നമ്മൾ എന്ത് മാനദണ്ഡമാണ് യൂസ് ചെയ്തിരിക്കുന്നത്? കവിതകൾ ആണ് യൂസ് ചെയ്തത്. കുട്ടിക്കവിതകൾ വായിപ്പിക്കുന്നു. ലേണിംഗ് ഔട്ട്കം. ആ ചേർന്ന് വരുന്ന വാക്കുകൾ പറയുക, അല്ലെങ്കിൽ ആ ചേർന്ന വാക്കുകൾ പറയുക. ആ ചേർന്ന് വരുന്ന കവിത ചൊല്ലുക. ആ എന്ന അക്ഷരം എഴുതി കാണിക്കുക. ഇതെല്ലാമാണ് ലേണിംഗ്. ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.